1970കളിൽ ഓസ്ട്രേലിയയിൽ നിന്നുള്ള ഒരു മനുഷ്യൻ ഉപേക്ഷിക്കപ്പെട്ട ഒരു വീടിന്റെ തറയിൽ നിന്ന് ഒരു പഴയ പാവയെ കണ്ടെത്തി. അതിന് ചില്ലുകണ്ണുകളും യഥാർത്ഥ മനുഷ്യമുടിയും തടിയിൽ കൊത്തിയെടുത്ത മുഖവും ഉണ്ടായിരുന്നു. അമിതമായ വിശദാംശങ്ങൾ, ജീവനുള്ളതുപോലെ. അതൊരു പുരാവസ്തുവാണെന്ന് കരുതി അയാൾ അത് വീട്ടിലേക്ക് കൊണ്ടുപോയി. പക്ഷേ എന്തോ പന്തികേട് തോന്നി. അന്ന് രാത്രി അയാൾ പാവയെ കാറിൽ വെച്ചു. നേരം പുലർന്നപ്പോൾ കാറിന്റെ ജനലുകൾ അകത്ത് നിന്ന് മൂടൽമഞ്ഞ് പിടിച്ചതായി കണ്ടു. പാവ അവിടെ കിടന്നിരുന്നില്ല. അത് നേരെയിരുന്ന് ഡ്രൈവർ സീറ്റിന് നേരെ തിരിഞ്ഞിരിക്കുകയായിരുന്നു. വീട്ടിൽ കാര്യങ്ങൾ കൂടുതൽ വിചിത്രമായി. ലൈറ്റുകൾ മിന്നിമറഞ്ഞു. അത് കടന്നുപോയ മുറികളിൽ തണുത്ത കാറ്റ് തങ്ങി നിന്നു. അവന്റെ നായ വെറുതെ കുരച്ചു. അവന്റെ കുട്ടികൾ പാവയുടെ കണ്ണുകൾ ചലിക്കുന്നത് കണ്ടുവെന്ന് സത്യം ചെയ്തു. അയാൾ അതിനെ പൂട്ടി വെക്കാൻ ശ്രമിച്ചു. പക്ഷേ ഓരോ തവണയും അത് പെട്ടിയിൽ നിന്ന് ശബ്ദമുണ്ടാക്കി, അകത്ത് മാന്തി, പുറത്തേക്ക് പോകാൻ ആഗ്രഹിക്കുന്നതുപോലെ. അവർ അതിന് ലെറ്റ് മീ ഔട്ട് എന്ന് പേരിട്ടു. അതിനെ പരിശോധിച്ച മാനസിക രോഗികൾ ഒരു മുങ്ങിമരിച്ച കുട്ടിയുടെ ആത്മാവ് അതിലുണ്ടെന്ന് അവകാശപ്പെട്ടു. കൂടാതെ മറ്റൊന്നും കൂടി സ്ഥിരീകരിച്ചു: പാവയുടെ മുടി യഥാർത്ഥ മനുഷ്യന്റേതാണ്. ആരും അതിനെ നശിപ്പിക്കാൻ ധൈര്യപ്പെട്ടില്ല. ഇന്ന് ലെറ്റ് ഒരു അടച്ച ഗ്ലാസ് കൂട്ടിൽ ഇരിക്കുന്നു. പക്ഷേ സന്ദർശകർക്ക് ഇപ്പോഴും തണുപ്പ് അനുഭവപ്പെടുന്നു. ചിലപ്പോൾ ഗ്ലാസിനുള്ളിൽ പോലും അത് ചലിക്കുന്നതായി ആളുകൾ പറയുന്നു. മറ്റുള്ളവർ പതിഞ്ഞ താളം കേൾക്കുന്നു. ഒരു സ്ത്രീയുടെ കാതിന് അടുത്തായി അത് മന്ത്രിക്കുന്നത് അവൾ കേട്ടുവെന്ന് സത്യം ചെയ്തു. എന്നെ പുറത്തുവിടൂ.